ടെഹ്റാനിൽ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ ഇറാനിലെ ഉന്നത സൈനിക നേതാക്കളെ വധിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇറാനിലെ നിരവധി സൈനിക നേതാക്കളെ വധിച്ചതായി ട്രംപ് അവകാശപ്പെട്ടത്. ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന്റേതെന്ന് അവകാശപ്പെട്ട് 1 മിനിറ്റും 8 സെക്കൻഡും ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യവും US പ്രസിഡന്റ് പങ്കുവച്ചിട്ടുണ്ട്. ഇറാനെ വളരെ മോശമായും അവിവേകത്തോടെയും നയിച്ച നിരവധി സൈനിക നേതാക്കൾ ടെഹ്റാനിൽ നടന്ന വൻ ആക്രമണത്തോടെ അവസാനിക്കപ്പെട്ടു എന്നായിരുന്നു വീഡിയോയ്ക്കൊപ്പം ട്രംപ് കുറിച്ചത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും എപ്പോഴാണ് ആക്രമണം നടത്തിയതെന്നോ ആരൊക്കെയാണ് കൊല്ലപ്പെട്ടതെന്നോ വ്യക്തമല്ല. ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന്റേതെന്ന് അവകാശപ്പെട്ട് 1 മിനിറ്റും 8 സെക്കൻഡും ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യവും US പ്രസിഡന്റ് പങ്കുവച്ചിട്ടുണ്ട്. ഇറാന് അന്ത്യശാസനം നൽകിയ മണിക്കൂറുകൾക്കുള്ളിലാണ് ഇറാനിലെ മുതിർന്ന സൈനിക നേതാക്കളെ വധിച്ചെന്ന് അവകാശപ്പെട്ട് ട്രംപ് രംഗത്തെത്തിയത്. 48 മണിക്കൂറിനുള്ളിൽ അമേരിക്കയുമായി കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനുമേൽ നരകം പെയ്തിറങ്ങുമെന്നായിരുന്നു ട്രംപിന്റെ അന്ത്യശാസനം. ഹൊർമൂസ് തുറക്കാൻ ഇറാന് നീട്ടി നൽകിയ സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കാനിരിക്കെയാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ഇറാൻ വെടിവെച്ചിട്ട US വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടിയ വൈമാനികനായി ഇറാന്റെയും US-ന്റെയും സൈന്യങ്ങൾ തിരച്ചിൽ തുടരവെയാണ് പ്രസ്താവന. കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ ബോംബിട്ട് ഇറാനെ ശിലായുഗത്തിലേക്ക് പറഞ്ഞയക്കുമെന്ന് നേരത്തെ ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. അതേസമയം ഇറാനിൽ ഭരണകൂട മാറ്റമെന്ന് പറഞ്ഞ് യുദ്ധം തുടങ്ങിയവരിപ്പോൾ ഹേയ് നിങ്ങൾ ഞങ്ങളുടെ പൈലറ്റിനെ കണ്ടോ എന്നുള്ളതിലേക്ക് പുരോഗമിച്ചിട്ടുണ്ടെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാലിബാഫ് പരിഹസിച്ചു. ഇറാന്റെ നാവിക വ്യോമസേനകളെ തകർത്ത് തരിപ്പണമാക്കിയെന്നും US യുദ്ധം ജയിക്കാറായെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീമ്പ് പറയുന്നതിനിടെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള കനത്ത പ്രഹരം. വിമാനം വെടിവെച്ചിട്ടത് ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകളെ ബാധിക്കില്ലെന്ന് ട്രംപ് പറഞ്ഞു. അതിനിടെ റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇറാന്റെ പ്രധാന ആണവ നിലയമായ ബുഷേഹർ ശനിയാഴ്ച US-ഉം ഇസ്രായേലും ചേർന്ന് ആക്രമിച്ചു. ഇവിടെ ഒരു സൈനികൻ മരിച്ചു. 198 തൊഴിലാളികളെ ഒഴിപ്പിച്ചു. നിലയത്തെ നിരന്തരം ആക്രമിക്കുന്നത് അണുവികിരണം ഉണ്ടാക്കാൻ ഇടയാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി മുന്നറിയിപ്പ് നൽകി. അത് ഇറാനെ മാത്രമല്ല GCC രാഷ്ട്രങ്ങളിലെ ജനതയെയും തകർത്ത് കളയുമെന്നും പറഞ്ഞു. കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ എന്നീ രാജ്യങ്ങൾക്കടുത്താണ് ബുഷേഹർ. ബഹ്റൈൻ തീരത്ത് ഇസ്രായേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പൽ ആക്രമിച്ചെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്പസ് പറഞ്ഞു. ഖലീഫ് ബിൻ സൽമാൻ തുറമുഖത്തിന് സമീപത്ത് വെച്ച് MSC ഇഷൈഖ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഇറാന്റെ ആക്രമണത്തിൽ ബഹ്റൈനിൽ 4 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനനിലെ ടൈറിൽ ആശുപത്രി തകർന്നു. UAE-യിലെ ഗ്യാസ് കോംപ്ലക്സിന് സമീപത്തുണ്ടായ ആക്രമണത്തിൽ ഒരു ഈജിപ്ഷ്യൻ പൗരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ ഡ്രോൺ നീർവീര്യമാക്കുന്നതിനിടെ അവശിഷ്ടം വീണ് US ടെക് സ്ഥാപനമായ ഒറാക്കിളിന്റെ ദുബായിലെ ഇന്റർനെറ്റ് സിറ്റിയിലുള്ള കെട്ടിടത്തിന് കേടുപറ്റി. അബുദാബിയിൽ ഇറാൻ ഡ്രോൺ അവശിഷ്ടം വീണ് വെള്ളിയാഴ്ച 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ഇറാനെതിരെയുള്ള ആക്രമണം നിർത്തിയില്ലെങ്കിൽ 17 US കമ്പനികളുടെ മേഖലയിലെ ഓഫീസുകൾ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനിൽ നിന്ന് വെള്ളി, ശനി ദിവസങ്ങളിൽ ഇസ്രായേലിലേക്കും കനത്ത ആക്രമണമുണ്ടായി. ഇന്റർസെപ്റ്റർ മിസൈലുകൾ വീണ് വീടുകൾക്കും കാറുകൾക്കും കേടുപറ്റി. ടെൽ അവീവിലെ സൈന്യത്തിന്റെ റേഡിയോ സ്റ്റേഷനും തകർന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.